Good afternoon, dear students. So today we are going to discuss A Tale of Two Cities by Charles Dickens. Okay. So this novel is a historical novel. It was published in the year 1859 by Charles Dickens. Historical novel എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ? It is a literary genre in which the plot takes place in a setting related to the past events, but it is fictional. കുറച്ച് എലിമെന്റ്സ് ഓഫ് എന്ത് കാണും? പാസ്റ്റ് ഇവന്റ്സ് കാണും. കുറച്ച് ഓണസ്റ്റ് എലിമെന്റ്സ് ഓഫ് പാസ്റ്റ് ഇവന്റ്സ് കാണും. പക്ഷെ കുറച്ച് എലിമെന്റ്സ് ഓഫ് ഫിക്ഷണൽ, അതായത് കുറച്ച് ഫിക്ഷണൽ എലിമെന്റ്സും കാണും. അങ്ങനെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ കമന്ററി എന്ന് നമുക്ക് ഈ നോവലിനെ പറയാം. ഓക്കെ, സോ ദിസ് ഇസ് എ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണ്, ആൻഡ് published in 1859 by Charles Dickens. And The Tale of Two Cities, as the title suggests, which all tales, which all cities are mentioned here? A tale of two cities are mentioned here. And what are the two cities here? London and Paris, before and during the French Revolution. Okay, French Revolution എന്ന് പറയുന്നത് 1789 and ആ ഒരു ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ്, ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദി ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് ചാൾസ് ഡിക്കൻസ് ഇതിനകത്ത് പറയുന്നത്. സോ ഡിക്കൻസിന്റെ ഒരു ബെസ്റ്റ് നോൺ വർക്ക് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണ്, ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് നോവൽസ് ഓഫ് ഓൾ ടൈം. സോ ദി നോവൽ ഹാസ് ബീൻ അഡാപ്റ്റഡ് ഫോർ ഫിലിംസ്, ടെലിവിഷൻ programs or television, radio and the stage. Okay, and it has also influenced the popular culture in many ways. So there are 3 books. അതായത് മൂന്ന് ബുക്കായിട്ടാണ് ഈ ഒരു, അതായത് ഒറ്റ ഒരു നോവലാണ് 3 ബുക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്ന ഈ ഒരു ഇതിനെ. ബുക്ക് 1 എന്ന് പറയുന്നത് റീകോൾഡ് ടു ലൈഫ്, അതായത് ബുക്ക് ദ ഫസ്റ്റ് എന്ന് പറയുന്നത് റീകോൾഡ് ടു ലൈഫ് എന്നാണ്. സെക്കൻഡ് ബുക്കിന്റെ പേര് ദ ഗോൾഡൻ ത്രെഡ് എന്നാണ്. തേർഡ് ബുക്കിന്റെ പേര് ദ ട്രാക്ക് ഓഫ് എ സ്റ്റോം. ഓക്കെ, TRACK, ട്രാക്ക് ഓഫ് എ സ്റ്റോം. സോ ദ ഫസ്റ്റ് ബുക്ക് നെയിം ഇസ് റീകോൾ ടു ലൈഫ്. സെക്കൻഡ് ബുക്കിന്റെ പേരെന്ന് പറയുന്നത് ദ ഗോൾഡൻ ത്രെഡ് എന്നാണ്. തേർഡ് ബുക്കിന്റെ പേര് എന്താണ്? ദ ട്രാക്ക് ഓഫ് എ സ്റ്റോം. അങ്ങനെയാണ് 3 ബുക്സ് ആയിട്ടാണ്, അതായത് ആ ഡിവിഷൻ എന്ന് പറയുന്നത് 3 ബുക്സ് ആയിട്ടാണ്. അങ്ങനെ ആ ഒരു ഡിവിഷന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ബുക്സ് എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. 3 ചാപ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ ഓരോ ബുക്കിലും 20 ചാപ്റ്റേഴ്സ് വീതം ഉണ്ട്. ഓക്കെ, so this is the background information. Then another thing is like എന്താ പറയാ, ഈ ഒരു ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെ തീംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? റവല്യൂഷൻ, റിസറക്ഷൻ, ഇങ്ങനെയുള്ള ഡുവാലിറ്റി, ഇങ്ങനെയുള്ള തീംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് യു മൈറ്റ് ഹാവ് ഹേർഡ് ദി famous opening line of this book. First one എന്താണ്? It was at best of times, it was at worst of times. സോ ലണ്ടനിലും പാരീസിലും ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച്, ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് ഒരു ഫിക്ഷണൽ ലിറ്ററേച്ചർ പോലെ, ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ പോലെയാണ് ആരെഴുതിയേക്കുന്നത്? ചാൾസ് ഡിക്കൻസ് എഴുതിയേക്കുന്നത്. ദി എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അൺറസ്റ്റ് വിച്ച് ലീഡ്സ് ടു ദി ഫ്രഞ്ച് റവല്യൂഷൻ, അതിനെക്കുറിച്ചാണ് ടെയിൽ ഓഫ് സിറ്റീസിനകത്ത്, 2 സിറ്റീസിനകത്ത് ചാൾസ് ഡിക്കൻസ് പറഞ്ഞേക്കുന്നത്. സോ it is a kind of historical fiction, it is a kind of political commentary, and it was published in weekly installments in the magazine All the Year Round. Okay, All the Year Round എന്നുള്ള മാഗസിനിലാണ് ഇത് ആദ്യമേ പബ്ലിഷ് ചെയ്തത്. ഇൻ സീരീസ് അല്ലെങ്കിൽ വീക്ക്ലി ഇൻസ്റ്റാൾമെന്റ്സ് പോലെ. അത് നെറ്റ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ദ സെറ്റിംഗ് ഓഫ് ദ നോവൽ ഇസ് ഇൻ ലണ്ടൻ ആൻഡ് as well as in Paris, and the years mentioned are 1775 to 1792. Okay, then മെയിൻ തീംസ് അല്ലെങ്കിൽ മെയിൻ ടോപ്പിക്സ് റിലേറ്റഡ് എന്ന് പറയുന്നത് ഡുവാലിറ്റി, റെവല്യൂഷൻ, റിസറക്ഷൻ, വയലൻസ്, ദെൻ സെൻട്രാലിറ്റി ഓഫ് വിമൻ, അരിസ്റ്റോക്രാറ്റ് വേഴ്സസ് പെസന്റ്, അതൊക്കെയാണ് തീംസ് എന്ന് പറയുന്നത്. ആൻഡ് ദ മോട്ടീവ്സ് യൂസ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, സൊസൈറ്റി റെസ്ട്രിക്ഷൻസ്, സൊസൈറ്റൽ റെസ്ട്രിക്ഷൻസ് ആൻഡ് ഡുവാലിറ്റി. ഓക്കെ, സോ മൂവി വേർഷൻസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടെയിൽ ഓഫ് ടു സിറ്റീസിന്റെ 1935, ടെയിൽ ഓഫ് ടു സിറ്റീസിന്റെ 1958, another one in 1980, and another one in 1989. Okay, and the three most important aspects of Tale of Two Cities are: first one, it is told from the omniscient point of view, like all knowing point of view എന്നാണ് പറയുന്നത്. Narrator or the storyteller is never identified, but he has access to the thoughts and feelings of all the characters. So omniscient point of view ലാണ് ഇതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. നറേറ്റർ ആരാണെന്നോ സ്റ്റോറി ടെല്ലർ ആരാണെന്നോ പറഞ്ഞിട്ടില്ലെങ്കിലും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഫീലിംഗ്സിലും തോട്ട്സിലോട്ടും ഇദ്ദേഹത്തിന് ആക്സസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദെൻ
പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഇസ് അബൌട്ട് ദി ഫ്രഞ്ച് അരിസ്റ്റോക്രസിയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ക്രിട്ടിക്കൽ ഓഫ് ദി ഫ്രഞ്ച് അരിസ്റ്റോക്രസി. ഓക്കെ, ദെൻ പെസന്റ് പോപ്പുലേഷനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു നോവലിനകത്ത്. ഓക്കെ, ഇറ്റ് ഈസ് ബീങ് സെറ്റ് ഇൻ ദി 18th century ആൻഡ് റിട്ടൺ ഇൻ ദി 19th century. അതാണ് തേർഡ് ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ next one, what I am going to tell is the character list. Character list നിങ്ങൾ അറിഞ്ഞിരിക്കണം. You should read the novel. Okay, I'll be just telling you the summary of the 3 chapters in a gist. Okay, so the main character is Dr. Alexandre Manet. He is a doctor from France and he was secretly imprisoned in the Bastille prison for 18 years. Okay, so he suffers some sort of mental trauma from the experience, and after he is being released, he is nursed back to health by his daughter named Lucy. And during the revolution, okay, ഇത് ഇത്ര അറിഞ്ഞാൽ മതി നിങ്ങൾ. ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ് ആണ്, ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് സീക്രട്ട്ലി, അതായത് റവല്യൂഷന്റെ സമയത്ത് ഇദ്ദേഹത്തിന് ഇംപ്രിസൺ ചെയ്തിരുന്നു ബാസ്റ്റിൽ പ്രിസണിൽ. 18 ഇയേഴ്സോളം അദ്ദേഹം കിടന്നു. സോ അതുകൊണ്ട് അതിന്റെ ആസ് എ റിസൾട്ട് ഹി സഫേഴ്സ് ഫ്രം എ മെന്റൽ ട്രോമ, ഒരു ഡിമെൻഷ്യ പോലൊരു ട്രോമ ഇദ്ദേഹത്തിന് സഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ആഫ്റ്റർ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഹി ഈസ് ബീങ് റിലീസ്ഡ്. ആഫ്റ്റർ 18 years ഹി ഈസ് റിലീസ്ഡ് ആൻഡ് ദെൻ ഹി ഈസ് നേഴ്സ് ബാക്ക് ടു ഹിസ് ഹെൽത്ത് ബൈ ഹിസ് ഡോട്ടർ നെയിംഡ് ലൂസി. ഇതാണ് ഫസ്റ്റ് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇറ്റ് കംസ് ലൂസി മാനറ്റ്. ഓക്കെ, ലൂസി മാനറ്റ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ യങ് വുമൺ ആണ്. ആൻഡ് ഷീ ഈസ് നോൺ ഫോർ ഹർ കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ. After being reunited with her father, she cares for him and she remains devoted to him. And later he marries Charles Darnay. Okay. Then Charles Darnay എന്ന് പറയുന്നത് he's a French aristocrat ആണ്. He is from the family എവർമണ്ട് ഫാമിലിയിലാണ്. ഇദ്ദേഹം ഒരു എവർമണ്ട് ഫാമിലി എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലെ ഒരു മെമ്പറാണ്. ആൻഡ് ലേറ്റർ ആഫ്റ്റർ ദി റെവല്യൂഷൻ ആൻഡ് ഓൾ ഹി റിനൗൺസസ് ഹിസ് ഫാമിലി നെയിം. ആ എവർമണ്ട് എന്നുള്ള ഫാമിലി നെയിമൊക്കെ ഇദ്ദേഹം എന്താ പറയാ വെച്ചൊഴിയുകയാണ് ചെയ്യുന്നത്. ഹി റിനൗൺസസ് എ ഫാമിലി നെയിം ആൻഡ് ദെൻ ഹി മൂവ്സ് ടു ഇംഗ്ലണ്ട്. ഹി വർക്ക്സ് ആസ് എ ട്യൂട്ടർ ദെയർ ആൻഡ് ദെൻ ഫൈനലി ഹി മാരീസ് ലൂസി മാനറ്റ്. ഓക്കെ, this is about Charles Darnay. Next is Sidney Carton. Sidney Carton എന്ന് പറയുന്ന again he is a French aristocrat. Sidney Carton is a lawyer who exactly looks like Charles Darnay. Okay, so who lives who is also an alcoholic ആണ്. And he has this love for Lucy Manet. Okay, അത് മാത്രം നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുക. Then Sidney Carton lawyer ആണ്, alcoholic ആണ്, who looks exactly like Charles Darnay. So എന്താ പറയാ, ഫ്യൂ മൊമെന്റ്സ് ബാക്ക് ഐ ടോൾഡ് ദാറ്റ് ഡുവാലിറ്റി ഇസ് എ തീം ഇൻ ദിസ് നോവൽ. ഡുവാലിറ്റി എന്ന് പറയുന്നത് ഒരു തീമാണ്. ചാൾസ് ഡാർണയും സിഡ്നി കാർട്ടനുമാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡുവാലിറ്റി. അതായത് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ലേറ്റർ ഇൻ ദ സ്റ്റോറി അതൊരു ടേണിംഗ് പോയിന്റ് ആക്കുന്നുണ്ട് ഈ ഒരു നോവലിനകത്ത്. ദെൻ അനദർ ക്യാരക്ടർ ഇസ് മിസ്റ്റർ ജാർവിസ് ലോറി. ഹീസ് എൻ ഇംഗ്ലീഷ് ബാങ്കർ ആണ്. ആൻഡ് ഹീസ് എ ലോയൽ ഫ്രണ്ട് ടു ദി മാനറ്റ് ഫാമിലി. അതായത് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിനെയും ലൂസിയെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ജാർവിസ് ലോറി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്. ഓക്കെ, ആൻഡ് ഡോക്ടറിനെ പ്രസിഡന്റിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോഴും ഡ്യൂറിംഗ് ദ റെവല്യൂഷനും ജാർവിസ് ലോറി എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് ബാങ്കർ മാനറ്റ് ഫാമിലിയുടെ കൂടെ ലോയലായിട്ട് നിൽക്കുന്നുണ്ട്. Then another character is Ernest Defarge. He is the owner of a wine shop in Paris suburban region and he is also the leader of the ഫ്രഞ്ച് റവല്യൂഷൻ. ഈ ഏർണസ്റ്റ് ഡിഫാർജ് എന്ന് പറഞ്ഞ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള മാഡം ഡിഫാർജ് എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് മാഡം ഡിഫാർജ് എന്ന് പറയുന്നത് ഷീ ഈസ് എ വെരി വെഞ്ചഫുൾ വുമൺ ആണ്, ഹു ഇസ് മാരീഡ് ടു ഏർണസ്റ്റ് ഡിഫാർജ്. ആൻഡ് മാഡം ഡിഫാർജ് ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് knitting her knitting her enemies names. ആ ഒരു എനിമീസ് നെയിംസ്, അത് എനിമീസ് എന്ന് പറയുന്നത് ദേ യൂഷ്വലി ബിലോങ് ടു ദി മോസ്റ്റ് ഓഫ് ദം ബിലോങ് ടു ദി അരിസ്റ്റോക്രാറ്റ്സ് ഫാമിലി ബിക്കോസ് ഹെർ ഫാമിലി വാസ് കിൽഡ് എന്ന് പറയുന്നത് ബൈ ദി അരിസ്റ്റോക്രാറ്റിക് ഫാമിലി. സോ അതുകൊണ്ട് Madam Defarge is presented as a vengeful woman and she used to knit her enemy's name on a piece of cloth. Okay, so she is against the French aristocrats and she is the female revolutionary and she exacts revenge upon her enemies. Okay, then another character is Miss Prose. She's an English woman who is also Lucy Manet's maid.
ഓക്കെ, ലൂസി മാനറ്റിന്റെ മെയ്ഡാണ്. ആൻഡ് ലൂസിയുടെ ഡിവോട്ടഡ് സെർവന്റ് ആൻഡ് പ്രൊട്ടക്ടർ ആണ്. അനദർ ക്യാരക്ടർ ഇസ് ജെറി ക്രഞ്ചർ, മെസഞ്ചർ ഫ്രം ദി ബാങ്ക്, ആൻഡ് ഓൾസോ ജാർവിസ് ലോറിയുടെ ബോഡി ഗാർഡും ആണ്. ആൻഡ് ഹി ഈസ് ഓൾസോ എ ഗ്രേവ് റോബർ ആണ്. സീക്രട്ട്ലി ഒരു ഗ്രേവ് റോബർ ആണ്. ഗ്രേവ് യാർഡിൽ നിന്ന് റോബ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ദെൻ മിസ്സിസ് ക്രഞ്ചർ എന്ന് പറയുന്നത് ജെറിയുടെ വൈഫാണ്. ഷീസ് എ പയസ് വുമൺ ആണ്. ആൻഡ് ഷീ ഈസ് ഫ്രീക്വന്റ്ലി ബീറ്റൺ ബൈ ഹർ ഹസ്ബൻഡ് ഫോർ പ്രേ. ഓക്കെ, സോ ഇത് ഇത്രയുമാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. പിന്നെ എവർമൺ ഫാമിലിയുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, എവർമൺ ഫാമിലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ക്യാരക്ടറാണ് റോജർ ക്ലൈ. ഹീസ് എ പോലീസ് സ്പൈ ഇൻ ഇംഗ്ലണ്ട് ആണ്. ദെൻ another one is ജോൺ ബർസാദ്. ജോൺ ബർസാദ് എന്ന് പറയുന്നത് എഗെയിൻ എ പോലീസ് സ്പൈ ഇൻ ഇംഗ്ലണ്ട് ആണ്. ഓക്കെ, ദെൻ മാർക്വിസ്, മോൺഷിയ ദ മാർക്വിസ് വരുന്നുണ്ട്. ഹീസ് എ ഫ്രഞ്ച് അരിസ്റ്റോക്രാറ്റ് ആണ്. ഹീസ് സോ ഗ്രീഡി ആൻഡ് സെൽഫ് അബ്സോർവ്ഡ് ആണ്. പിന്നെ മാർക്വിസ് സെയിന്റ് എവർമണ്ട്, അതായത് എവർമണ്ട് ഫാമിലിയിലെ മാർക്വിസ് എന്ന് പറയുന്നത് നമ്മുടെ ചാൾസ് ഡാർണയുടെ അങ്കിൾ ആണ്. ഹീസ് എൻ ഇമ്മോറൽ, വെരി ക്രൂവൽ മാൻ ആണ്. ആൻഡ് ഹി റൺസ് ഡൌൺ എ ചൈൽഡ്. വെൻ യു റീഡ് ദ നോവൽ യു ക്യാൻ സീ ദാറ്റ് ഹി റൺസ് ഡൌൺ എ ചൈൽഡ് വിത്ത് ഹിസ് ഓൺ carriage and is later murdered by the child's father. ഓക്കെ, ഈ എവർമൺ ഫാമിലിക്കെതിരെയൊക്കെയാണ് നമ്മുടെ മാഡം ഡിഫാർജെ ഈ ഒരു റവല്യൂഷൻ ലീഡ് ചെയ്യുന്നത്. ബട്ട് ചാൾസ് ഡാർണ ഈ ഒരു എവർമൺ ഫാമിലിയുടെ നെയിം ഒക്കെ കളഞ്ഞ് അദ്ദേഹം വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണ്. ഓക്കെ, ഹിസ് നോട്ട് ലൈക്ക് ദി എവർമൺ ഫാമിലി മെമ്പേഴ്സ്. ഹി ഈസ് എ വെരി പയസ് മാൻ. ബട്ട് മാർക്വിസ് സെയിന്റ് എവർമൺ എന്ന് പറയുന്നത് ഹിസ് ഡാർണേസ് അങ്കിൾ ആണ്, ചാൾസിന്റെ അങ്കിൾ ആണ്. ഹിസ് എ വെരി ക്രൂവൽ മാൻ ആണ്. തുടക്കത്തിൽ ഒരു കുട്ടിയെ കാരേജിലൂടെ ഞെരിച്ച് കൊല്ലുന്നുണ്ട്, കാരേജ് കയറ്റി കൊല്ലുന്നുണ്ട്. ആൻഡ് ലേറ്റർ ഹി ഈസ് ബീൻ മർഡേർഡ് ബൈ ദാറ്റ് ചൈൽഡ്സ് ഫാദർ. ഓക്കെ, സോ ഇത് ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. പിന്നെ യങ് ലൂസി ഡാർണെ വരുന്നുണ്ട്, ദ ഡോട്ടർ ഓഫ് ലൂസി ആൻഡ് ചാൾസ് ഡാർണെ. അത് ഇത്രയും വരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ത്രൂ ദി സമ്മറി ഓഫ് ദി നോവൽ. ദ ഫേമസ് ഓപ്പണിംഗ് ഓഫ് ദി നോവൽ യു ഷുഡ് ആക്ച്വലി ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, ആ ഒരു സെന്റൻസ് അറ്റ്ലീസ്റ്റ് ഒരു പകുതി വരെയെങ്കിലും ബൈ ഹാർട്ട് ചെയ്ത് എഴുതിക്കോണം. ഇറ്റ് വാസ് എ ബെസ്റ്റ് ഓഫ് ടൈംസ് ആൻഡ് ഇറ്റ് വാസ് എ വേസ്റ്റ് ഓഫ് ടൈംസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചാൾസ് ഡിക്കൻസ് റൈറ്റ്സ് ദി ഓപ്പണിംഗ് ലൈൻസ് ഓഫ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആസ് ഹി പെയിന്റ്സ് എ പിക്ചർ ഓഫ് ലൈഫ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രാൻസ്. സോ ടു സിറ്റീസിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ബെസ്റ്റ് ഓഫ് ടൈംസും ആയിരുന്നു, വേസ്റ്റ് ഓഫ് ടൈംസും ആയിരുന്നു. എല്ലാം ഒരു കോൺട്രഡിക്ടറി ടേംസിൽ ആ ഒരു സെന്റൻസിൽ, അതായത് ജിസ്റ്റ് ഓഫ് ദ നോവൽ ഇസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദാറ്റ് സെന്റൻസ്. ഓക്കെ, ആ നോവൽ എന്തെന്ന് പറഞ്ഞ ഒരു കോൺട്രഡിക്ടറി ടൈപ്പ് ഓഫ് നോവലാണ്. രണ്ട് സിറ്റീസിൽ നടക്കുന്ന കാര്യങ്ങൾ പാരലായിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ടൈംസ് എന്നും പറയാം, വേസ്റ്റ് ഓഫ് ടൈംസ് എന്ന് പറയാം. ആൻഡ് ഓൾസോ ദിസ് ഓപ്പണിംഗ് ലൈൻ ആക്ച്വലി സമ്മറൈസസ് ദ വിക്ടോറിയൻ പീരീഡ്. വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വിക്ടോറിയൻ കോംപ്രമൈസ് എന്നൊക്കെ യു ഹാവ് ലേൺഡ് ഇറ്റ്, റൈറ്റ്? അതായത് സയൻസും റിലിജനും തമ്മിലും കോൺഫ്ലിക്റ്റഡ് ആണ്. ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയാസ് ആയിരുന്നു, കോൺഫ്ലിക്റ്റഡ് ലൈഫ് ആയിരുന്നു എന്ത് വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു പീരീഡിനെ ഇങ്ങനെ ജസ്റ്റ് ആയിട്ട് നമ്മുടെ ചാൾസ് ഡിക്കൻസ് ഈ ഒരു ഓപ്പണിംഗ് ലൈനിൽ പറയുന്നുണ്ട്. ആൻഡ് ദ ഇയർ ഇസ് 1775 ആണ്. ആൻഡ് തുടക്കത്തിലെ ജാർവിസ് ലോറി ട്രാവൽസ്, ജാർവിസ് ലോറി ആ ബാങ്കർ, അദ്ദേഹം ട്രാവൽ ചെയ്യുന്നുണ്ട് ഫ്രം ലണ്ടൻ ടു പാരീസ്. ആൻഡ് ഹീസ് ഓൺ എ സീക്രട്ട് മിഷൻ ഫോർ ഹിസ് എംപ്ലോയർ ഫ്രം ടെൽസൺസ് ബാങ്ക്. ഓക്കെ, ആൻഡ് joining him on his journey is Lucy Manet, a 17-year-old woman, and who is stunned to learn that her father, Dr. Alexander Manet, is alive, and he has recently been released after 18 years of imprisonment in Paris. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ജാർവിസ് ലോറിയാണ്, സെക്കൻഡ് ക്യാരക്ടർ ലൂസി മാനറ്റ്, ആൻഡ് തേർഡ് ക്യാരക്ടർ ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ്. ജാർവിസ് ലോറി എന്ന് പറയുന്നത് ഹി ട്രാവൽസ് ഫ്രം ലണ്ടൻ ടു പാരീസ്. ഹീസ് എ ബാങ്കർ ആണ്, മിസ് നേരത്തെ പറഞ്ഞ പോലെ. സോ ഹീസ് ഗോയിങ് ടു മീറ്റ് ആരെ മീറ്റ് ചെയ്യാൻ പോവാണ്? ലൂസി മാനറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ലൂസി മാനറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിന്റെ മകളാണ്. ലൂസി മാനറ്റിന്റെ അടുത്ത് ജാർവിസ് ലോറി പറയുവാണ് ഹീസ് ഓൺ എ സീക്രട്ട് മിഷൻ. എന്താണ് പറയാൻ പോകുന്ന സീക്രട്ട് കാര്യം? ലൂസി മാനറ്റിന്റെ അച്ഛൻ എലൈവ് ആണ്, ആൻഡ് ഹീസ് ബീങ് റിലീസ്ഡ് ഫ്രം പ്രിസൺ ആഫ്റ്റർ 18 years. ഇത് ഇത്രയുമാണ് നടക്കുന്നത്. Then, when Mr. Lorry and Lucy arrives in Paris, they find the doctor former servant Ernest Defarge. So, ഈ Ernest Defarge എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിന്റെ ഫോമർ സെർവന്റ് ആണ്, ഹു ഈസ് എ വൈൻ ഷോപ്പ് ഓണർ. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് അവരുടെ കസ്റ്റഡി അല്ലെങ്കിൽ അവരുടെ കെയറിംഗിലാണ് ആര് നിൽക്കുന്നത്? ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഏണസ്റ്റ് ഡിഫാർജയുടെ കെയറിംഗിലാണ് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. And Ernest Defarge, he runs a wine shop with his wife in a poverty-stricken quarter of Saint Antoine. അവിടെയാണ് വൈൻ ഷോപ്പ് നടത്തുന്നത്. വളരെ പോവർട്ടി സ്ട്രിക്കൺ ലൈഫാണ്. And Ernest Defarge takes Mr. Lorry and Miss Lucy to the room where he is keeping Dr. Manet. And Ernest Defarge actually warns them that the doctor's years in prison, it has greatly changed him, and now he's a changed man. Like, he is somewhat like in a mental trauma.
ഒരു ഡിമെൻഷ്യ പോലെ ആരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ ഒരു മെന്റൽ ട്രോമയിലാണ് ബിക്കോസ് ഓഫ് ദി ഇംപ്രിസൺമെന്റ്. സോ ഹി റെക്കഗ്നൈസസ് നൺ. And now he has become thin and pale, and Dr. Manet, he sits at a shoemaker's bench and he is making shoes. അൺകൺട്രോളബിൾ ആയിട്ട് ഇങ്ങനെ ഷൂസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ മാനറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ആൻഡ് ഹി ബാർലി റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ് ഫ്രം ഡിഫാർജ് ആൻഡ് മിസ്റ്റർ ലോറി. ബട്ട് വെൻ ലൂസി അപ്രോച്ചസ് ഹിം, he remembers his wife and he begins to weep. And Lucy comforts him, and at that night itself, Mr. Lorry and Lucy take him to England. ഓക്കെ, പാരീസിലായിരുന്ന നമ്മുടെ ഡോക്ടറിനെ മകളും ജാർവിസ് ലോറിയും കൂടെ ചേർന്ന് എവിടെ കൊണ്ടുപോവാണ്? ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുപോകണം. ആൻഡ് നൌ 5 years later, ടെൽസൺസ് ബാങ്കിന്റെ പോർട്ടർ, അതായത് നമ്മുടെ ജാർവിസ് ലോറിയുടെ എന്താ പറയാ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സെർവന്റ് എന്ന് പറയാം, ജെറി ക്രഞ്ചർ, he takes a message to Mr. Lorry, and who is at a courthouse. So Mr. Lorry has been called as a witness for the trial of Charles Darnay. ആഫ്റ്റർ 5 yearsലെ കഥയാണ് പിന്നെ പറയുന്നത്. അതായത് ജെറി ക്രഞ്ചർ, നമ്മുടെ ജാർവിസ് ലോറിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജെറി ക്രഞ്ചർ, ഹി ഓൾസോ വർക്ക്സ് ഇൻ എ ടെൽസൺസ് ബാങ്ക്. അദ്ദേഹം ഒരു മെസ്സേജുമായിട്ട് മിസ്റ്റർ ജാർവിസ് ലോറിയുടെ അടുത്ത് പോവാണ്. ആൻഡ് ദിസ് ജാർവിസ് ലോറി ഈസ് അറ്റ് എ കോർട്ട് ഹൌസ്. സോ വൈ ദിസ് മിസ്റ്റർ ലോറി ഹാസ് ബീൻ കോൾഡ്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈ ഈസ് ഹി ടേക്കിംഗ് എ മെസ്സേജ് ടു മിസ്റ്റർ ലോറി എന്ന് പറയുന്നത്? ബിക്കോസ് മിസ്റ്റർ ലോറി ഹാസ് ബീൻ കോൾഡ് ആസ് എ വിറ്റ്നസ് ഫോർ ദി ട്രയൽ ഓഫ് ചാൾസ് ഡാർനെ. അതായത് എവർമൺ ഫാമിലിയിലുള്ള ചാൾസ് ഡാർനെയ്ക്ക് ഒരു വിറ്റ്നസ് ട്രയലിന് വേണ്ടി കൊണ്ടുപോവാണ് മിസ്റ്റർ ലോറി. ഓക്കെ, അദ്ദേഹത്തിനെ കോടതി വിളിപ്പിച്ചേക്കുവാണ്. ഒരു വിറ്റ്നസ് ആയിട്ട് ചാൾസ് ഡാർനയുടെ ട്രയലിൽ വിറ്റ്നസ് ആയിട്ട് അപ്പിയർ ചെയ്യണം എന്ന് പറയുവാണ്. ആൻഡ് ചാൾസ് ഡാർനെ വൈ ഈസ് ഹി അറ്റ് ദ കോർട്ട്? എന്തുകൊണ്ടാണ് ട്രയലിലായത് അല്ലെങ്കിൽ കോർട്ടിലായത്? ചാൾസ് ഡാർനെ, ഹീസ് എ ഫ്രഞ്ച് മാൻ, ഹീസ് അക്യൂസ്ഡ് ഓഫ് ബീങ് എ സ്പൈ ഫോർ ഫ്രാൻസ് ആൻഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സോ അദ്ദേഹം സ്പൈ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മിസ്റ്റർ ലോറിയെ ട്രയലിന് വിളിച്ചേക്കുവാണ്, ഒരു വിറ്റ്നസ് ട്രയലിന് വേണ്ടി വിളിച്ചേക്കുവാണ്. ആൻഡ് ഡോക്ടർ മാനറ്റ് ആൻഡ് ലൂസി ആർ ഓൾസോ ദെയർ ആസ് വിറ്റ്നസസ് ഫോർ ദി പ്രോസിക്യൂഷൻ. അവർ രണ്ടുപേരും ഈ ട്രയലിൽ ഉണ്ട് വിറ്റ്നസസ് ആയിട്ട് തന്നെ. Dr. Manet has fully recovered now, and he has formed a close bond with the doctor. So, ഈ ഒരു 5 years after ഡോക്ടർ മാനറ്റിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി, ഡിമെൻഷ്യ എല്ലാം മാറി, ആ ഒരു മെന്റൽ ട്രോമയൊക്കെ മാറി, മോളുമായിട്ട് നല്ല ഒരു ക്ലോസ് ബോണ്ട് ആയിട്ട് ഇരിക്കുവാണ്. സോ ദെൻ കമ്മിങ് ടു ചാൾസ് ഡാർനെ. So, if he is found guilty of treason, he will be suffering a gruesome death. Okay. And the testimony of an acquaintance, അതായത് ജോൺ ബർസാദ് ആൻഡ് എ ഫോർമർ സെർവന്റ് റോജർ ക്ലൈ, സ്പൈ ആയിട്ടുള്ള റോജർ ക്ലൈ, seem sure to result in a guilty verdict. ഇവര് രണ്ടുപേരും ഇയാൾക്കെതിരെ പറയുവാണെങ്കിൽ എന്തായാലും ചാൾസ് ഡാർനെ എന്ത് ചെയ്യും? ഗില്ലറ്റിൻ ചെയ്തായിരിക്കും കൊല്ലുന്നത്. ഓക്കെ, ഗില്ലറ്റിൻ ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഗില്ലറ്റിൻ ആയിരുന്നു. അതായത് ഒരു ബ്ലേഡിന്റെ കീഴിൽ വലിയൊരു ബ്ലേഡിന്റെ, നിങ്ങൾക്ക് നെറ്റിൽ യു ക്യാൻ സെർച്ച് ഇറ്റ് ഓൺ ദ നെറ്റ്, ലൈക്ക് ഒരു തല ഇങ്ങനെ മാറ്റി വെച്ചിട്ട്, തല ഇങ്ങനെ ഒരു വുഡൻ പ്ലാന്റിന്റെ മുകളിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് ഒരു ബ്ലേഡ് ഇങ്ങനെ റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഗില്ലറ്റിൻ ചെയ്ത് തലവെട്ടിയെടുക്കുക. ഓക്കെ, സോ ഹീസ് അവൈറ്റിംഗ് ദ ട്രയൽ അറ്റ് ദി കോർട്ട് ഹൌസ്. ആൻഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഡാർനേസ് അറ്റോർണി. ഡാർനയുടെ അറ്റോർണിയാണ് മിസ്റ്റർ സ്ട്രൈവർ. അതൊക്കെ മൈനർ ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ഹി ഇൻഡിക്കേറ്റ് ദാറ്റ് ക്ലൈ, അതായത് നമ്മുടെ റോജർ ക്ലൈ ആൻഡ് ബർസാദ് ആർ ദ റിയൽ സ്പൈസ്. അത് നമുക്കറിയായിരുന്നു അല്ലെ, റോജർ ക്ലൈയും ബർസാദുമാണ് റിയൽ സ്പൈസ് എന്ന് പറയുന്നത്. പക്ഷേ ആൻഡ് മിസ്റ്റർ സ്ട്രൈവർ വാസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് റോജർ ക്ലൈ ആൻഡ് ബർസാദ് ആർ ദ റിയൽ സ്പൈസ് ആൻഡ് നോട്ട് ചാൾസ് ഡാർനെ. ആൻഡ് okay, and so in that point we actually realizes that Sidney Carton, the Stryver's assistant, അതായത് നമ്മുടെ വക്കീലായ, അതായത് ചാൾസ് ഡാർനയുടെ അറ്റോർണിയായ സ്ട്രൈവറിന്റെ ഒരു അസിസ്റ്റന്റ് ആണ് സിഡ്നി കാർട്ടൺ. ഈ സിഡ്നി കാർട്ടണെയും നമ്മുടെ ചാൾസ് ഡാർനെയും കൂടെ വെച്ച് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? ചാൾസ് ഡാർനെയും സിഡ്നി കാർട്ടണും എന്താണ് ഡബിൾസ് പോലെ, ഇരട്ടകളെ പോലെ ലുക്ക് അലൈക്ക് ആയിട്ട് നിൽക്കുവാണ്. സോ ദിസ് റെവല്യൂഷൻ ആക്ച്വലി ത്രോസ് ഇൻ യുവർ ഡൗട്ട് എ പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ. അതായത് ഈ ചാൾസ് ഡാർനെ ഐഡന്റിഫൈ ചെയ്യാനാണല്ലോ ഇത്രയും വിറ്റ്നസുകളെ വിളിച്ചു വരുത്തിയേക്കുന്നത്. ലൂസിയെ ആണെങ്കിലും മാനറ്റിനെ ആണെങ്കിലും നമ്മുടെ ജെറി ക്രഞ്ചറിനെയൊക്കെ ജാർവിസ് ലോറിയൊക്കെ ആണെങ്കിലും വിളിച്ചു വരുത്തിയേക്കുന്ന എന്തിനാണ്? സ്പൈ ആയിട്ട് ഇയാളെ എവിടെയെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ നേരത്തെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്താണ്? സിഡ്നി കാർട്ടൺ, അതായത് നമ്മുടെ ചാൾസ് ഡാർനയുടെ തന്നെ വക്കീലിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള സിഡ്നി കാർട്ടണും സ്ട്രൈവറും ചാൾസ് ഡാർനയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു ലുക്ക് അലൈക്ക് പോലെയായി. അവസാനം എന്ത് ചെയ്തു? കോർട്ട് റൂമിൽ ആകെ കൺഫ്യൂഷൻ ആയിട്ട് മാറി. പോസിറ്റീവായിട്ട് ഐഡന്റിഫിക്കേഷൻ നടന്നില്ല. ഓക്കെ, സോ this revelation throws into doubt a positive identification of Darnay as a person seen passing secrets, and a court acquits Darnay. Okay, then
After the trial, Darnay, Carton and Stryver, they begin spending time at the man at home. Obviously, he was attracted to Lucy's beauty and kind nature. So, at the same time, this Charles Darnay and Stryver Carton, both of them, they were attracted to Lucy's beauty and kind nature. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ലൂസി. എല്ലാവരും കൂടെ മാൻ അറ്റ് ഹോമിൽ ഒത്തുചേർന്നു. ആൻഡ് ലൂസിയെ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അതായത് ഈ ഡബിൾസ് ആയിട്ട് നിൽക്കുന്ന ലുക്കലൈക്ക് ആയിട്ട് നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സിനും ലൂസി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓക്കെ, ദെൻ Stryver is also, I guess, attracted to her. Stryver decides to propose to her, but he is dissuaded by Mr. Lowry. Stryverനും ഒരു ചെറിയ അട്രാക്ഷൻ തോന്നി, പക്ഷെ മിസ്റ്റർ ലോറി പറഞ്ഞു വേണ്ടാന്ന്. And Carton confesses his love to Lucy at the same time, but he does not propose because എന്തുകൊണ്ടാണ്? He himself know that he is an alcoholic ആണ് and he is leading a pathetic way of life ആണ്. So it is not, he is not worthy of her. So he knows that. So he doesn't propose her, പക്ഷെ he just confessed his love to Lucy. And however, he actually take a promise that he would do anything to save this lady's life. And Lucy is also moved by the sincerity and devotion of നമ്മുടെ Carton. And eventually, Charles Darnay's love ആണ് Lucy return ചെയ്യുന്നത്. Okay, and the two marry with Dr. Mannett's blessing. And while the couple is on their honeymoon, again the doctor suffers a relapse. അതായത് പിന്നെയും വീണ്ടും എന്താണ്? He started making shoes in prison. അതായത് he started making shoes. പണ്ട് എങ്ങനെയാണോ പ്രിസണിൽ എന്നതുപോലെ അതുപോലെ വീണ്ടും അദ്ദേഹം എന്താണ്? He falls into mental trauma again because his daughter is being taken away from him, right? So അതുകൊണ്ട് ഹണിമൂണിന് പോയ സമയത്ത് വീണ്ടും ഇദ്ദേഹം ഡിമെൻഷ്യയിൽ നിന്നുള്ള സ്റ്റേജിലോട്ട് പോയി. And meanwhile, the situation in France grows worse and there was the signs of unrest ഉണ്ടായിരുന്നു. And Charles Darnay's cruel uncle, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, മാർക്വിസ് സെയിന്റ് എവർമോണ്ടെ, he is murdered in his bed after because ആ ചൈൽഡിന്റെ ഫാദർ ഉണ്ടല്ലോ, ഇയാള് കാരേജ് വെച്ച് റൺ ഡൌൺ ചെയ്ത ചൈൽഡിന്റെ ഫാദർ ഈ മാർക്വിസിനെ ബെഡിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഉറക്കത്തിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഓക്കെ, ആൻഡ് ഓൾദോ ചാൾസ് ഡാർണേ ഇൻഹെറിറ്റ്സ് ദ ടൈറ്റിൽ ആൻഡ് എസ്റ്റേറ്റ്, ബട്ട് ഹി ഹാസ് റിനൗൺസ്ഡ് ഓൾ ties to this brutal family, and he instead works as a tutor of French language and literature in England. അദ്ദേഹം ഒരു ട്യൂട്ടറായിട്ട്, ഫ്രഞ്ച് ട്യൂട്ടറായിട്ട് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ബിക്കോസ് ഹി ഈസ് ഡിഫറെന്റ് ഫ്രം ദി അതർ എവർമൺ ഫാമിലി, സോ ഹി ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ഇൻഹെറിറ്റ് ഓൾ ദിസ് ക്രൂവൽറ്റി അല്ലെങ്കിൽ ക്രൂവൽ ടൈറ്റിൽസ് ഫ്രം ദി എസ്റ്റേറ്റ്, സോ ഹി ജസ്റ്റ് റിനൗൺസ്ഡ് all the ties to this brutal family. Then the revolution erupts, in the year in the month July and in the year 1789 with the storming of the Bastille. Bastille എന്ന് പറയുന്നത് it is a prison in France ആണ്. So ഈ Bastille prisonൽ ഈ revolution സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ they stormed the Bastille prison and released many prisoners. അതോടുകൂടിയാണ് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് in the year 1789. So the Defarges, അവരാണ് മെയിൻ ലീഡേഴ്സ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. മാഡം ഡിഫാർജിയും ആൻഡ് ഏണസ്റ്റ് ഡിഫാർജി, they are at the center of the revolutionary movement and they are the ones who are leading the people in a way of violence and destruction. Okay, and by 1792 the revolutionaries have taken control of France and they are imprisoning and killing the aristocrat, especially the aristocrats. And Darnay receives a letter from the Evermond steward who has been captured and who begs Darnay to come to France to save him. അതായത് ചാൾസ് ഡാർണേക്ക് ആ സമയത്ത് എവർമണ്ട് ഫാമിലിയിലെ സ്റ്റുവാർഡിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുന്നു that he has been captured by the revolutionaries and please help him എന്ന് പറഞ്ഞ് ഇയാളൊരു ലെറ്റർ അയക്കുവാണ് ചാൾസ് ഡാർണേക്ക്. അതായത് ഫ്രാൻസിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് ചാൾസ് ഡാർണേക്ക് ഒരു ലെറ്റർ അയക്കുന്നു. ആൻഡ് ദിസ് മാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം, he felt a sense of duty towards his servant and not fully realizing the danger awaiting him. Charles Darnay എന്ത് ചെയ്യാണ്? കേട്ട പാതി കേൾക്കാത്ത പാതി he departs for France. So once he reaches Paris, the revolutionaries take him to prison in secret. Okay, ട്രയലിന് വേണ്ടി വിത്തൌട്ട് കോണ്ടാക്ടിങ് എനിവൺ ഇൻ സീക്രട്ട് ഇയാളെ എന്തിനു കൊണ്ടുപോവാണ്? റെവല്യൂഷൻ, അതായത് പ്രിസണറായിട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, വിത്ത് എ ലിറ്റിൽ ഹോപ്പ് ഓഫ് ട്രയൽ. അതായത് ട്രയലിലൊന്നും കൊണ്ടുപോകാതെ ജസ്റ്റ് തന്നെ റെവല്യൂഷണറീസ് തന്നെ ലീഡ് ചെയ്യുന്നുണ്ട്. ഈസ് ബീങ് ടേക്കൺ ഇൻ prison to a prison or taken to a prison in secret. And so Dr. Manette, Lucy and Lucy's daughter soon arrive in Paris and join Mr. Jarvis Lowry, who is at the Paris office. ബാങ്കിന്റെ പാരീസ് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇവർ 4 പേരും. ഓക്കെ, സോ ഇത് കേട്ടോണ്ട് ഇവർ 4 പേരും അറൈവ് ചെയ്തു. ആൻഡ് ഡോക്ടർ മാനറ്റിന്റെ സ്റ്റേറ്റസ് ആസ് എ ഫോർമർ പ്രിസണർ ഓഫ് ദി ബാസ്റ്റിൽ
it actually gave him a heroic status among the revolutionaries. So he was able to find out what has happened to his son-in-law from the revolutionaries. അതായത് ഡോക്ടർ മാനറ്റിനെ നേരത്തെ ബാസ്റ്റൽ പ്രിസണിൽ അരിസ്റ്റോക്രാറ്റ്സ് എല്ലാവരും കൂടി ജയിലിൽ ഇട്ടതുകൊണ്ട് ഈ റവല്യൂഷണറിയുടെ ഇടയിൽ നമ്മുടെ ഡോക്ടർ മാനറ്റിന് ഒരു ഹീറോയിക് സ്റ്റേറ്റസ് ആണുള്ളത്. അപ്പൊ ഈ ഡോക്ടർ മാനറ്റിന് അതുകൊണ്ട് അറിയാൻ പറ്റി റവല്യൂഷണറീസ് എന്ത് പറ്റി ഇയാളുടെ സണ്ണിലോയ്ക്കെന്ന് ഡോക്ടർ മാനറ്റിന് അറിയാൻ പറ്റി. And he uses this influence to get a trial for Charles Darnay. And Dr. Manet's powerful testimony at the trial frees his son-in-law. Okay. So, son-in-law ആണ് അയാളൊന്നും തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ടെസ്റ്റിമണി നടത്തിയപ്പോൾ ചാൾസ് ഡാർണയെ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ആഫ്റ്റർ അവേഴ്സ് ബീങ് റീയുണൈറ്റഡ് വിത്ത് ദിസ് വൈഫ് ആൻഡ് ഡോട്ടർ, അഗെയിൻ ദ റവല്യൂഷണറീസ് ബിഗൻ അറസ്റ്റഡ് ദിസ് ചാൾസ് ഡാർണെ based on the accusations made by the ഡിഫാർജേസ്. അതായത് മാഡം ഡിഫാർജയും ഏണസ്റ്റ് ഡിഫാർജയും പറഞ്ഞു പറ്റില്ല ഇയാളെ അറസ്റ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? ദിസ് മാഡം ഡിഫാർജെ ഹാസ് എ സോർട്ട് ഓഫ് വെഞ്ചഫുൾ had to take a revenge on this Everman family because her family was destroyed by the Everman family. So this Charles Darnay, being a member of this Everman family, this Ernest Defarge and Madame Defarge, they arrested again Charles Darnay based on certain accusations. And next day, Charles Darnay is tried again, and this time in the Defarges, അതായത് Ernest Defarge and the Madame Defarge, the two brains behind this French Revolution, they produce a letter written years earlier by Dr. Manet in prison, condemning all Evermondes for the murder of Madame Defarge's family and for imprisoning Doctor. അതായത് next day Charles Darnay try ചെയ്യുന്നു, and a letter is being produced by the Defarge family. And what was in that letter? This letter was written by Dr. Manet while he was imprisoned based on false accusations provided by the Everman family. And in that letter, Dr. Manet was like telling all the Everman family members should be imprisoned and should be killed because they are behind Madame Defarge's family's destruction and മൈ ഇംപ്രിസൺമെന്റ്. അതുകൊണ്ട് എവർമൺ ഫാമിലിയെ തകർക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ മാനറ്റ് പണ്ട് എഴുതിയ ഒരു ലെറ്ററും പൊക്കി പിടിച്ചുകൊണ്ട് ആര് വന്നു? നമ്മുടെ ഡിഫാർജേസ് വന്നു. ബേസ്ഡ് ഓൺ ദിസ് എവിഡൻസ് എന്ത് ചെയ്തു? ദ കോർട്ട് സെന്റൻസസ് ഡാർണേ ടു ഡെത്ത്. And Dr. Manet was devastated by this because he himself became the reason for his son-in-law's death. Okay, so he then reverts to his prior state of dementia. വീണ്ടും ഡിമെൻഷ്യയിലോട്ട് ഇദ്ദേഹം ഷൂസ് ഉണ്ടാക്കാനുള്ള ആ ഒരു സ്റ്റേറ്റിലോട്ട് ഇദ്ദേഹം വീണ്ടും പോവുകയാണ്. And unknown to the Manet and Darnay family, Sidney Carton also has arrived in Paris and he learns of Charles Darnay's fate. He also hears of a plot to send Lucy and her daughter to the guillotine. ഇങ്ങനെയും ഒരു പ്ലോട്ട് അവിടെ നിന്ന് ഇദ്ദേഹം സീക്രട്ട് ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ, സിഡ്നി കാർട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ചാൾസ് ഡാർണയുടെ ഒരു മറ്റേ ട്വിൻ പോലെ ഇരിക്കുന്ന ആള്, സ്ട്രൈവറിന്റെ അസിസ്റ്റന്റ്, അഡ്വക്കേറ്റ് ആയിട്ടുള്ള സ്ട്രൈവറിന്റെ അറ്റോർണി ആയിട്ടുള്ള സ്ട്രൈവറിന്റെ അസിസ്റ്റന്റ്. സോ he also heard that there is a secret plot being contrived that to send Lucy and her daughter to the guillotine. അവരെയും കൊല്ലാൻ ഒരു പ്ലാൻ ഇങ്ങനെ ഉണ്ടെന്ന് സിഡ്നി കാർട്ടൺ അറിഞ്ഞു. And so he actually took a promise, അല്ലെ, എന്താണ് to save his love's life, അല്ലെ. So അതുകൊണ്ട് ലവേഴ്സ് ലൈഫ്, അതുകൊണ്ട് he is determined to save their lives. And he എന്ത് ചെയ്തു? ഇദ്ദേഹം with the help of a prison spy, he entered the prison where the revolutionaries are holding Charles Darnay, and he enters the Darnay's cell and he changed clothes with him, drugs him and takes Darnay out of the prison in his place. And no one seems to question this man's identity because of the similarities in their feature. എന്ത് ചെയ്തു? നമ്മുടെ സിഡ്നി കാർട്ടൺ എന്ത് ചെയ്തു? He sacrificed his life and he in turn എന്ത് ചെയ്തു? Rescued the life of Charles Darnay, and he himself by changing the clothes എന്ത് ചെയ്തു? ഡാർണയെ പ്രിസണിൽ നിന്ന് എടുത്തിട്ട് ഇദ്ദേഹം അയാൾക്ക് പകരം ഡാർണയുടെ സെല്ലിൽ കിടന്നു, സിഡ്നി കാർട്ടൺ. So but now nobody knows, because of the striking similar features, now nobody knows that Sidney Carton is in place of Charles Darnay and Charles Darnay has escaped out of the prison. And as Mr. Laurie shepherds, Dr. Manet, Darnay and Lucy and young Lucy out of France. But Jarvis Lorry ഇതേ സമയം ഡോക്ടർ മാനറ്റിനെ ലൂസിയും ഡാർണയും യങ് ലൂസിയും ഫ്രാൻസിൽ നിന്ന് കൊണ്ടുപോയി. And Sidney Carton instead he goes to the guillotine. And ലാസ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ he sacrificed his love. He sacrificed his life for the woman who loved, for whom he loved. അതാണ്, അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക,
ടെയിൽ ഓഫ് ടു CCTs എൻഡ് ചെയ്യുന്നത്. ഓക്കെ, യു ഷുഡ് റീഡ് ദി ചാപ്റ്റേഴ്സ്, യു ഷുഡ് റീഡ് എ നോവൽ ആൻഡ് മാർക്ക് ദി ഇമ്പോർട്ടന്റ് കോഡ്സ്. അപ്പൊ അതെന്താണെന്ന് ഞാൻ അടുത്ത ഒരു ഓഡിയോക്കകത്ത് പറയാം. ടീംസ് ഡിസ്കസ് ചെയ്യാം നമുക്ക്, ആൻഡ് വാട്ട് ഈസ് ദി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ടുവേർഡ്സ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, അതും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത ഓഡിയോക്കകത്ത്. ഓക്കെ, താങ്ക് യു.